ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളധികം പേരും റീഡിംഗ് ഒരു ഹാബിറ്റാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതായിരിക്കും. എങ്ങനെയാണ് റീഡിംഗ് ബുക്സ് ഒരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റാം, അല്ലെങ്കിൽ റീഡിംഗ് എങ്ങനെ ഒരു എൻജോയബിൾ ആക്കാം എന്ന് ആലോചിക്കുന്നവരായിരിക്കും പലരും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 5 ടിപ്പാണ് ഹൗ യു ക്യാൻ മേക്ക് എ റീഡിംഗ് എൻജോയബിൾ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഒരു ബുക്ക് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കതിൽ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, നിങ്ങൾക്കത് വായിക്കുമ്പോൾ ഫൺ തോന്നുന്നില്ല, യു ആർ നോട്ട് എൻജോയിങ് ദ ബുക്ക്, then pass it. You are not supposed to read something you are not having fun. Reading is meant to be enjoyable. No matter what other people think, or okay, ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും പറയാണ് ഈ ബുക്ക് അടിപൊളിയാണ്, ഈ ബുക്കിനെക്കാട്ടും നല്ലൊരു ബുക്ക് ആരും എഴുതിയിട്ടില്ല, ദിസ് ഇസ് ദ ബെസ്റ്റ് ബുക്ക് എവർ റിട്ടൺ എന്ന് പറഞ്ഞാലും when you read it, you don't interested, you don't have fun reading it, then just leave it. Move on to the next one. And if that also doesn't interest you, move on to the next one. It's totally fine to leave a book unread completely. ഒരു നിർബന്ധമില്ല നിങ്ങളെടുത്ത ഫസ്റ്റ് ബുക്കോ സെക്കൻഡ് ബുക്കോ തേർഡ് ബുക്കോ ഫോർത്ത് ബുക്കോ നിങ്ങൾ കംപ്ലീറ്റ്ലി വായിക്കണമെന്ന്. എന്താണോ നിങ്ങൾ വായിക്കുന്നത് അത് നിങ്ങൾ എൻജോയ് ചെയ്യണം. അല്ലാതെ വായിക്കുന്നത് വെറും ഒരു പണിഷ്മെന്റ് ആയിട്ട് ഒരു ബുക്ക് തീരുമ്പോൾ പിന്നെ യു വിൽ സക്ക് അറ്റ് ദ പ്രോസസ് ഓഫ് റീഡിങ് എ ബുക്ക്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് യുവർസെൽഫ്. സെക്കൻഡ്, സ്റ്റാർട്ട് സ്മോൾ. ഒത്തിരി പേരും റീഡിങ് നിർത്തിയിട്ട് പോകുന്നുണ്ടെങ്കിൽ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഹാബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് പാതി വഴിയിൽ ഇട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ബൾക്കിനെസ് ഓഫ് ദി ബുക്ക്. ദി എമൗണ്ട് ഓഫ് പേജസ് ടെറിഫൈസ് ദം. സോ സ്റ്റാർട്ട് സ്മോൾ. Start from short stories or comics, graphic comics, animes. അത്രയും ബേസ് ലെവലിൽ നിങ്ങൾക്ക് പോവാം and start from there. The point is you have to build a momentum of reading rather than reading a big book or okay ഞാൻ ഇന്ന ബുക്ക് വായിച്ചു തീർത്തു എന്നതിനെക്കാട്ടും റീഡിങ് എന്നുള്ളൊരു ഹാബിറ്റിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. സോ അതിന് സ്റ്റാർട്ട് വെരി സ്മോൾ, like for example I said short stories or comics or graphic web comics, otherwise animes. ഇതെല്ലാം ഒരു നല്ലൊരു ബിഗിനിങ് ആണ്. ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ടു ഓഡിയോ ബുക്സ്. ഫിസിക്കലി നമ്മളൊരു ബുക്ക് വാങ്ങിച്ച് അത് വായിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഈസിയർ ആണ് നമ്മളൊരു ഓഡിയോ ബുക്ക് ലിസൺ ചെയ്യുകയാണെങ്കിൽ. നമ്മളുടെ മിക്ക ആൾക്കാരും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവരായിരിക്കാം, ബസ്സിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം, കാറിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓഡിയോ ബുക്ക് കേൾക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. സോ ഇപ്പം തന്നെ ഓഡിബിളോ അങ്ങനത്തെ ഓഡിയോ ബുക്സ് റിലീസ് ചെയ്യുന്ന ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. Almost all the books are available in YouTube in audio form. So you can play it while you are commuting from one place to other, or you're organizing your shelf or cleaning, or you're around that audiobooks played, and it will really help you to be more productive with your time, also making the task you're doing more enjoyable. Fourth tip is, reading is an art. ചില ആൾക്കാർക്ക് ഫിക്ഷൻ വായിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് നോൺ ഫിക്ഷൻ വായിക്കുന്നതായിരിക്കും. ഫിക്ഷനിൽ തന്നെ ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. ത്രില്ലേഴ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, റോംകോം ഉണ്ട്, പോളിറ്റിക്സ് ഉള്ളതുണ്ട്, ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സിൽ കഥ പറയുന്ന ഒരുപാട് ബുക്സ് ഉണ്ട്. സോ പിക്ക് യുവർ ജോണർ. ചില ആൾക്കാർ പറയും ഒരേ ജോണറിൽ ഇങ്ങനെ പോകണത് നല്ലതല്ല, യു ഹാവ് ടു മിക്സ് ഇറ്റ് മാച്ച്, യു ഹാവ് ടു ട്രൈ ഡിഫറെൻറ്റ് types and different genres out there and not just stick on to one particular theme books. It doesn't matter. If it is enjoyable to you and you enjoy reading stuff like that, keep on reading that, because otherwise if you try or if you force something onto yourself, it is more likely you will lose the habit of reading and stop reading again. So this tip is for anybody who wanted to start a new habit. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, റീഡിങ് ബുക്സ് ആയിരിക്കാം, റൈറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൂയിങ് എക്സസൈസ് ആയിരിക്കാം. ഡൂയിങ് ദാറ്റ് ടാസ്ക് ജസ്റ്റ് ഫോർ 5 minutes every single day is going to be a big game changer. Like doing that, it builds momentum. നമ്മളൊരു പുതിയ ഹാബിറ്റ് തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ടാസ്ക് ചെയ്യാനുള്ള ആ ഒരു റെസിസ്റ്റൻസിനെ കുറച്ച് നമുക്ക് അതിലൊരു മൊമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ it is more likely that we stick on to that habit. So please keep doing that for 5 minutes every single day. That is going to be helpful in building that habit. So that's it for today's video. So beginner friendly ആയിട്ടുള്ള കുറച്ച് ബുക്സിൻ്റെ സജഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ യൂട്യൂബിലുള്ള ഓഡിയോ ബുക്സിലേക്കുള്ള ഒരു ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. So please do check it out. I hope this video helps you. See you again in the next video. Bye.